Hello guys, Assalamu alaikum, Namaskaram. Welcome back to Mommy Recipes. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുള്ള ഒരു വാൻസ്ട്രോ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആ വ്ളോഗ് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എന്തായാലും പോയിട്ടൊന്ന് കാണുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ 1.5 കപ്പ് മൈദ, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 3 തവണയെങ്കിലും അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇനി ഒരു ക്ലീൻ ആയിട്ടുള്ള ബൗളിലേക്ക് 6 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഹൈ സ്പീഡിലേക്ക് കൊണ്ടുപോവുക. പിന്നെ ഏകദേശം 1 മിനിറ്റോളം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1.5 കപ്പ് പൊടിച്ചിട്ടുള്ള പഞ്ചസാര കൂടെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ മുട്ട നല്ലോണം ഫ്ലഫി ആക്കിയിട്ട് ബീറ്റ് ചെയ്യുക. അപ്പം കേക്കിന് നല്ലോണം സോഫ്റ്റ്നെസ് കൂടും. അപ്പോൾ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ മുട്ട ഇവിടെ നല്ലോണം ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇനി ബീറ്റ് ചെയ്യുമ്പം ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. പിന്നെ 30 സെക്കൻഡ്സിൽ കൂടാനും പാടില്ല. അപ്പം മെല്ലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പം കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇളം ചൂടുള്ള പാലോട് ഒഴിച്ച് കൊടുക്കുക. ഒരു 6 ടേബിൾ സ്പൂണോളം ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മെല്ലെ വേണം ചെയ്യാൻ. ഞാനിപ്പോൾ വീഡിയോ ഇവിടെ കുറച്ച് സ്പീഡിലാണ്. അപ്പം നിങ്ങൾ മെല്ലെ ചെയ്തെടുക്കുക. കുറേശ്ശെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ 1.5 ടീസ്പൂണോളം വിനെഗറും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഓവർ മിക്സിങ് ചെയ്യാതെ തന്നെ നല്ലോണം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ വാനിലയ്ക്കും സ്ട്രോബെറിക്കും ഒരൊറ്റ ടൈമിലാണ് ബാറ്റർ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്റർ ഡിവൈഡ് ചെയ്തിട്ട് വാനിലയ്ക്ക് വേറെ സ്ട്രോബെറിക്ക് വേറെ ആക്കിയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതാ ഇനി ഇതിൽ നിന്ന് ഒരു ഗ്രീസ് ചെയ്തിട്ടുള്ള മോൾഡിലേക്ക് ഇതിൻ്റെ ഒരു ഹാഫ് പോർഷന് ഒഴിച്ച് കൊടുക്കുകയാണ് വാനിലയ്ക്ക് വേണ്ടിയിട്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ളതിലേക്ക് സ്ട്രോബെറിയുടെ മിക്സ്, നമ്മൾ സാധാ വെള്ളമൊക്കെ കലക്കാൻ യൂസ് ചെയ്യുന്ന സ്ട്രോബെറിയുടെ മിക്സ് തന്നെയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് ഡ്രോപ്പായിട്ട് ഇടിച്ചിട്ട് അത് ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ ഇനി ഇളക്കുമ്പം നല്ലോണം ഇളക്കാൻ നിൽക്കണ്ട. അപ്പം ഓവർ മിക്സിങ് ആവും, കേക്ക് ഹാർഡായിട്ട് പോവും. അപ്പം ഏകദേശം ഒന്ന് മിക്സായി എന്ന് കണ്ടാൽ നിർത്തിയിട്ട് നമുക്കിനിത് വേറൊരു ടിന്നിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പം ഇതും സെയിം സൈസിലുള്ള ഒരു ടിൻ തന്നെയാണ്, ഒരു പാത്രമാണ്. അതിലേക്കാണ് ഓൾറെഡി ഗ്രീസ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, സ്റ്റൗ ടോപ്പിലാണ്. അപ്പം ഏകദേശം ഒരു 5-10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള സോസ് പാനിൽ ഒരു 30 to 35 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് തന്നെ ബേക്ക് ആയി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ട്, രണ്ടും ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം എങ്ങനെയാണ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതൊന്ന് പോയിട്ട് കാണുക.
പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വാനില കേക്ക് ഫ്ലേവറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനാണ്. ബാക്കി ഫുള്ളും സ്ട്രോബെറി ഫ്ലേവറാണ് ആക്കുന്നത്. അപ്പം കുറച്ച് നിന്ന് മാറ്റിയിട്ട് ബാക്കിയിലേക്ക് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള സ്ട്രോബെറീൻ്റെ മിക്സ് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഡ്രോപ്പായിട്ട് ഇട്ടിച്ചിട്ട് നമ്മുടെ ടേസ്റ്റിനും കളറിനും അനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ ഞാൻ വാനില കേക്ക് ഒരു 3 ലെയറും സ്ട്രോബെറിയുടെ കേക്ക് ഒരു 2 ലെയറും ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ഞാൻ കേക്ക് ബോർഡ് വെച്ചിട്ട് അതിന്മേൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഫസ്റ്റ് തന്നെ വാനില ഫ്ലേവറിലുള്ള കേക്കാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ലെയറാണ് ആദ്യം തന്നെ വെച്ച് കൊടുത്തത്. പിന്നെ നല്ലോണം തണുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. പിന്നെ വാനില ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീമാണ് ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ സെക്കൻഡ് ലെയറായിട്ട് സ്ട്രോബെറിയുടെ കേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഷുഗർ സിറപ്പ് ആയിട്ട് നല്ലോണം ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ സ്ട്രോബെറി ഫ്ലേവറിലുള്ള വിപ്പിംഗ് ക്രീമാണ് നല്ലോണം ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തത്. പിന്നെ എനിക്ക് സ്ട്രോബെറിയുടെ ക്രഷോ അതുപോലെ തന്നെ സ്ട്രോബെറി ഇപ്പോൾ കിട്ടാനില്ല. അതിനോണ്ട് തന്നെ ഞാൻ സ്ട്രോബെറി ഫ്ലേവറിലുള്ള വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ ക്രഷ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്യുക, നല്ല ടേസ്റ്റ് ആവും. പിന്നെ ഞാൻ വൈറ്റ് കോമ്പൗണ്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ തേർഡ് ലെയറായിട്ട് വീണ്ടും വാനില കേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ വീണ്ടും ഷുഗർ സിറപ്പ് ആയിട്ട് നല്ലോണം വെറ്റ് ചെയ്യുക, ക്രീം അപ്ലൈ ചെയ്യുക. പിന്നെ വീണ്ടും നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ 2 ലെയർ സ്ട്രോബെറിയും അതുപോലെ തന്നെ 3 ലെയേഴ്സ് വൈറ്റ് വാനില കേക്കുമാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ നല്ലോണം വെറ്റ് ചെയ്തു. വാനില കേക്കിൻ്റെ ലാസ്റ്റത്തെ ഏറ്റവും അടിയത്തെ ലെയറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ വൈറ്റ് ക്രീമായിട്ട് നല്ലോണം ഒന്ന് ക്രീം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. എന്നിട്ടൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ മെയിൻ ഐസിങ് ചെയ്തത്. അപ്പോൾ ഞാൻ മെയിൻ ഐസിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് ഐസിങ് ചെയ്തെടുത്തു. അപ്പോൾ ഞാനിവിടെ മെയിൻ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള ഗണാഷ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് വൈറ്റ് കോമ്പൗണ്ടിലേക്ക് ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം റൂം ടെമ്പറേച്ചറുള്ള ബട്ടറും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലോണം മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ചൂടാറിയിട്ട് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് നല്ലോണം തണുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു ഗണാഷ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതൊരു ഡ്രിപ്പ് ചെയ്യുന്ന മോഡലിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കുക, ഡിസൈനും കാര്യങ്ങളൊക്കെ.
ഗണാഷ് വർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കുക. എന്നാൽ മാത്രമേ മുകൾ ഭാഗം നല്ലോണം ഒന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഞാനൊരു കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീമിലേക്ക് ഗ്രീൻ കളറ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പൈപ്പിംഗ് ബാഗിൽ ഒരു ചെറിയ ഹോൾസ് ആക്കിയിട്ട് ഇതാ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പിങ്ക് റോസസും അതുപോലെ തന്നെ വൈറ്റ് റോസസുമാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. ചെറിയ റോസ് നോസിൽ വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ലീവ്സും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ വാൻസ്ട്രോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പാർട്ടീസിനും ഫങ്ഷൻസിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇതൊരു ഏകദേശം 1.5 kg വെയിറ്റാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഫീഡ്ബാക്സ് ഒക്കെ മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഉറപ്പായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.